നമസ്കാരം പ്രിയപ്പെട്ടവരെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കിടയിൽ പല രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും അല്ലേ? കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. അല്ലെങ്കിൽ മറ്റു പല ശാരീരിക പ്രശ്നങ്ങളുള്ളവർ, അല്ലെങ്കിൽ ചലനാത്മകമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ചിട്ടും ഒരു 6 മണിക്കൂറിൽ മുകളിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ശരീരം തീരെ ജോലിയൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളിൽ പ്രത്യേകം അവരിലേക്ക് എത്തിക്കേണ്ട ഒരു മെസ്സേജാണിത്. ഹൃദ്രോഗം, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഇതുപോലെ കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്നുള്ള ഒരു പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ അങ്ങനെ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമുള്ള ആളുകളാണെങ്കിൽ ഒരു അരമണിക്കൂർ കൂടുമ്പോൾ എഴുന്നേറ്റ് 1-2 മിനിറ്റ് ഒക്കെ നടന്ന് ആ രീതിയിൽ ആ ജോലിയെ മാറ്റിയെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇനി അതല്ല, അങ്ങനെ നമുക്ക് ആ ഒരു രീതിയിൽ മാത്രമേ ജോലി ചെയ്യാൻ സാധിക്കുന്നുള്ളൂ സാഹചര്യമുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ചിട്ടും ഓരോ ദിവസവും 1 മണിക്കൂറെങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യുക, വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്തുണ്ടായേക്കാവുന്ന പാർശ്വഫലങ്ങൾ ഒരു പരിധിവരെ കുറക്കാൻ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചലനാത്മകമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ശാരീരികപരമായിട്ട് മറ്റ് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടതിൻ്റെ കാരണം കൊണ്ട് കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും അവരുടെ ഡോക്ടറോടോ അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ തെറാപ്പിസ്റ്റിനോടോ ചോദിച്ചിട്ട് അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു വ്യായാമം അല്ലെങ്കിൽ എക്സസൈസ് മെത്തേഡ് അവർക്ക് ജീവിതത്തിൽ അവർ പകർത്തുകയും അത് ശീലമാക്കുകയും ചെയ്യണം. ഈ ഒരു മെസ്സേജ് എല്ലാവരിലേക്കും എത്തിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം വീണ്ടും ആശംസിക്കുന്നു. ഫാർമസിസ്റ്റ് ടോക്കിൻ്റെ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള വീഡിയോസ് ലഭിക്കുവാൻ ഫാർമസിസ്റ്റ് ടോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു മെസ്സേജ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.